നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാൾ ചോദിക്കുകയാണ്, ഫ്ലക്സ് നിരോധനമൊക്കെ നിലവിലില്ലേ, എന്നിട്ടും ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ കാണുന്നില്ലേ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഹൈക്കോടതി ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേന്നൊക്കെ നമ്മൾ കണ്ടത് ഈ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ചിട്ടുള്ള ഫ്ലക്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്തു മാറ്റുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇതിപ്പോൾ മത്സരിച്ച് ഫ്ലക്സ് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ ദിവസം ഒരു ഫ്ലക്സ് വരുന്നു, അതിന് മറുപടിയായി അപ്പുറത്ത് അടുത്ത ഫ്ലക്സ് വരുന്നു. ഞാൻ അല്പം മോശക്കാരനായിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോയോ എന്ന് കരുതി മറ്റേ വിഭാഗം അപ്പോൾ കൊണ്ടുവന്ന് പുതിയ ഫ്ലക്സ് വെക്കുന്നു. അങ്ങനെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് തെരുവ് യുദ്ധമല്ല, ഒരു ഫ്ലക്സ് യുദ്ധമാണെന്ന് തന്നെ പറയാം. അതിനിടയിലാണ് മലപ്പുറത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്ത, മലപ്പുറത്ത് KC വേണുഗോപാലിൻ്റെ ഫ്ലക്സിൽ സ്പ്രേ പെയിന്റ് അടിച്ചു പ്രതിഷേധം. DCC ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സിലാണ് സ്പ്രേ പെയിന്റ് അടിച്ചത്. ജനകീയ മുന്നണിയുടെ പേരിൽ VD സതീശന്റെ പുതിയ ഫ്ലക്സും DCCക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, ഈ അവനവന് ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി ഒരു ഫ്ലക്സ് വെക്കുന്നതൊന്നും തെറ്റില്ല. പക്ഷേ ഇഷ്ടപ്പെടാത്ത നേതാക്കൾക്ക് അല്ലെങ്കിൽ അനുകൂലിക്കാത്ത നേതാവിൻ്റെ മുഖത്ത് സ്പ്രേ പെയിന്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും അതിനെ ഏറ്റവും മോശം രീതിയിലുള്ളൊരു പ്രതിഷേധം എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. മലപ്പുറത്ത് പൊതുവെ കാര്യങ്ങളൊക്കെ ശാന്തമായി പോവുകയായിരുന്നു. ഇതിപ്പോൾ ഈ DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സും ഈ സ്പ്രേ പെയിന്റ് പ്രതിഷേധമൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ നാട്ടിലാകെ തന്നെ ഇത്തരത്തിൽ ഫ്ലക്സ് യുദ്ധം പുരോഗമിക്കുകയാണ്. അപ്പോഴും KPCC ഇത്തരത്തിൽ അച്ചടക്ക നിർദ്ദേശമൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും വില പോകുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമായി കൂടിയാണ് ഇപ്പോൾ മലപ്പുറത്ത് കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ ഒരു ഫ്ലക്സ് അത് നയിച്ചവൻ നായകൻ എന്ന് പറഞ്ഞ് KC വേണുഗോപാലിനെ ഈ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സാണ്. അതിന് മുന്നിലാണ് സ്പ്രേ അടിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഇതിന് മുന്നിലായിട്ട് ഈ DCC ഓഫീസിൻ്റെ എതിർവശത്ത് കേരളത്തിന് ഇനി ജനകീയ സർക്കാർ എന്ന് പറഞ്ഞ് ഇത് സർക്കാർ വിജയിച്ച അന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് 4-ാം തീയതിക്ക് ശേഷം വന്ന ഫ്ലക്സാണ്. അതിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. സാദിഖ് അലി തങ്ങളും VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തല തുടങ്ങിയ 6 നേതാക്കളുണ്ട്. ആ 6 നേതാക്കളിൽ ഒന്നാണ് KC വേണുഗോപാലിൻ്റെ ചിത്രത്തിലാണ് ഇത്തരത്തിൽ നീല സ്പ്രേ പെയിന്റ് അടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഇവിടെ വലിയ പ്രകടനമൊക്കെ നടന്നിരുന്നു. ജനനായകൻ നയിക്കട്ടെ VDS എന്ന് പറഞ്ഞ ജനകീയ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ്റെ ഒരു ഫ്ലക്സ് കൂടി DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വലിയൊരു പ്രകടനം ജനകീയ കൂട്ടായ്മ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് കൂട്ടായ്മയാണെന്നൊക്കെയാണ് ഇന്നലെ പ്രകടനം നടത്തിയ പ്രവർത്തകർ പറഞ്ഞത്. അത്തരത്തിൽ ശക്തി പ്രകടനം നടത്തിയിട്ടുണ്ട്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ പ്രകടനവും ഒക്കെ നടത്തുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഓരോ നേതാക്കൾക്ക് കരിയോയിൽ അടിക്കുകയും സ്പ്രേ പെയിന്റ് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത അതൊരു നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാലും മലപ്പുറം DCC ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിൽ KC വേണുഗോപാലിൻ്റെ ചിത്രത്തിന് മുന്നിൽ സ്പ്രേ പെയിന്റ് അടിച്ചിരിക്കുന്നത്.